നമ്മുടെ നൂറ എല്ലാവരുടെയും ടീം തിരിച്ചു. അപ്പം അനുമോൾ കിച്ചണിലാണ്. അനുമോളും അതേപോലെ ആദില സാബുമാൻ കിച്ചണിലാണ്. നമ്മുടെ ആര്യനും അക്ബറും വെസലിലും അതേപോലെ അനീഷേട്ടനും ഷാനവാസയ്ക്കയും ഫ്ലോറും അതേപോലെ ടോയ്ലറ്റുമാണ്. അപ്പം തന്നെ എല്ലാ ടീമും തിരിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അനുമോൾ അവരുടെ കുറ്റം പറയാൻ തുടങ്ങി. ബാത്റൂമിൻ്റെ കാര്യം പറയാനുണ്ട്. ഈ എന്തൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ ബ്ലാക്ക് കവർ ഇവർ മാറില്ല, അതിനകത്ത് വേസ്റ്റ് നിറഞ്ഞൊന്നും നോക്കത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്ക് ഷാനവാസിക്ക് പറഞ്ഞു ഞങ്ങളതൊക്കെ നോക്കാറുണ്ട്, പക്ഷേ ഇവൾ അതിനെക്കാട്ടി വലിയ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ബക്കറ്റിനകത്ത് ഫുൾ ഇവൾ ഡ്രസ്സ് നിറച്ച് വെച്ചിട്ട് കഴുകാതെ കുതിർത്ത് വെക്കുകയാണ് എന്ന് പറയുന്നു. അപ്പം അനുമോൾ പറഞ്ഞത് അത് എൻ്റെ അല്ല ആദിലയുടെയാണ്. അപ്പോൾ എല്ലാവരോടും അനുമോളെ പറയുകയാണ് അത് നിൻ്റെ തന്നെയാണ്, നീയാണ് എപ്പോഴും അത് ചെയ്യാറ്, എത്രയോ വട്ടം നിൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ട്, നീ അത് കേൾക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ അനുമോൾ പറയുന്നത് ഉജാല ഇതാവാൻ വേണ്ടിയിട്ട് ഞാൻ മുക്കി വെച്ചതാണ്. അപ്പോൾ അവർ പറയണത് നീ ഒരു വട്ടം മാത്രമല്ല, നീ പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്, നീ ഒരിക്കലും അത് കേൾക്കാറില്ല. അപ്പോൾ അനുമോൾ ഉടനെ തന്നെ വേറെ കാര്യം പറയാണ്. ഇവരെല്ലാവരും ടിഷ്യൂ പേപ്പർ ഈ ബെഡിൻ്റെ ഇടയിൽ തിരുകി വെക്കും, അതേപോലെ ബ്ലാങ്കറ്റ് എല്ലാവരും നന്നായിട്ട് വിരിച്ചിട്ട് പോകണം, അതാരും ചെയ്യാറില്ല, അതേപോലെ ടവലൊന്നും കൊണ്ട് ബെഡിനകത്ത് ഇടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ചോദിക്കും നീ എന്തിനാണ് ടവൽ മണപ്പിക്കാൻ പോകുന്നത്? അപ്പോൾ അനുമോൾ പറഞ്ഞിട്ട് എനിക്ക് മൂക്കുണ്ട്, അതുകൊണ്ടല്ലേ എനിക്ക് മണക്കേണ്ടി വരുന്നത്. പിന്നെ ബ്ലാങ്കറ്റൊക്കെ എല്ലാവരും വിരിച്ചിടാറുണ്ടെന്ന് അതിൽ പറയുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയെന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസിക്ക് പറയുന്നുണ്ട് നീ ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാതെ നീ സ്വന്തമായിട്ട് തിരുത്താൻ നോക്ക്, നീ ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് തുണി മുക്കി വെച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് ആ ബക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയണ ആ ബക്കറ്റ് ഞാൻ പലപ്പോഴും എനിക്ക് മിസ്സാവുന്നുണ്ട്, ഞാൻ കാണാറില്ല ബക്കറ്റ് എവിടെ ഇരിക്കുന്നതെന്ന്, ബക്കറ്റ് ആരാണ് ഈ എടുത്തുകൊണ്ട് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നു നീ ബക്കറ്റിൽ തുണി മുക്കുന്ന കാര്യം പറയുമ്പോൾ ഈ ബക്കറ്റ് കാണാതെ പോകുന്നതിൻ്റെ കാര്യം എന്തിനാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് അനുമോൾ ഇത് ടോപ്പിക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറിൻ്റെയും ബ്ലാങ്കറ്റിൻ്റെയൊക്കെ കാര്യം പറഞ്ഞത്. എന്തായാലും അനുമോളെ എല്ലാവരും കൂടി ഇട്ട് അന്നേരം കളിയാക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഷാനവാസൊക്കെ ഇങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നുണ്ട്.